ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതെൻ്റെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്ട്രോബെറി ലാമ്പാണ്. അതിനായിട്ട് ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബലൂൺ, പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ, പിന്നെ കുറച്ച് ഫെവിക്കോൾ. ആദ്യം കുറച്ച് വെള്ളത്തിൽ ഫെവിക്കോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെവിക്കോൾ ആയിരിക്കണം വെള്ളത്തിൻ്റെ അളവിനേക്കാളും കൂടുതൽ നിൽക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബലൂണൊന്ന് ഊതി വീർപ്പിക്കണം. ഊതി വീർപ്പിച്ച ബലൂണിൽ ഓരോരോ ടിഷ്യൂ പേപ്പറായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫെവിക്കോൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെവിക്കോൾ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓരോരോ ലെയറായിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പേപ്പറൊന്നും യൂസ് ചെയ്താൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ടിഷ്യൂ പേപ്പർ എടുത്ത് ആദ്യം ഓരോരോ ലെയറായിട്ട് ഇതുപോലൊന്ന് കീറി എടുത്തതിന് ശേഷം ഇതുപോലെ ബലൂണിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഒരു ടിഷ്യൂ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അത് തേച്ച് കൊടുത്തതിന് ശേഷം നല്ല വെറ്റായിട്ട് സോഗിയായിട്ടിരിക്കുന്ന രീതിക്ക് വേണം ഒന്ന് കവർ ചെയ്തെടുക്കേണ്ടത്. കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് കവർ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. താഴത്തെ ഭാഗം എല്ലാം നല്ലപോലെ തിക്കാവുന്ന രീതിയിൽ വേണം കവർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഇതൊരു ദിവസം മൊത്തം ഉണങ്ങാനായിട്ട് വെക്കണം. ഉണക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു വഴി എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള ഏതിലെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഹാർഡായിട്ട് നമുക്കിത് കിട്ടും. ഇനി അതിൻ്റെ ബലൂൺ എടുക്കാനായിട്ട് സെൻറ്ററിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ബലൂൺ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ബലൂൺ കട്ട് ചെയ്യുമ്പോൾ അത് ചുരുങ്ങി വരുന്നതിൻ്റെ കൂടെ ഈ ടിഷ്യൂ പേപ്പറും ചുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടിക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത്. അങ്ങനെ ചുരുങ്ങിപ്പോയാലും ഡ്രയറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്കത് പഴയ രീതിയിലോട്ടാക്കാം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞാനിവിടെ അതിന് ലീഫായിട്ട് കൊടുക്കുന്നത് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് അതിൽ ഗം വെച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ലീഫിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് വൈറ്റ് കളറുണ്ട്. ഇതുപോലെ അവിടെയായിട്ട് ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. സംഭവം സ്ട്രോബെറിയിൽ നിങ്ങൾക്ക് ഇനിയും റെഡ് വേണം എന്നാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പിങ്കിഷ് കളറായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫെയറി ലാമ്പ് അതിനുള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും. കത്തിച്ച് കഴിയുമ്പോഴേക്കും നേരത്തെ ഉണ്ടായതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.